രേവതിയോട് സച്ചി പറയാണ്, നീ കാരണമാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ വന്നതും എനിക്കിങ്ങനെ ആയതും. ഇനി നീ എന്നെയും കൂടി നശിപ്പിച്ചിട്ട് അടങ്ങുന്നുണ്ടോ? എൻ്റെ കാറ് പോയി, നീ കാരണമാണ്. ആ ആധാരം എനിക്ക് തിരഞ്ഞപ്പോൾ കിട്ടിയില്ല, അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കാറ് നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും, അതിന് ഞാൻ ആ ആധാരം അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ എന്നെ കുറ്റം പറയുന്നത് ചോദിക്കും. നീ ആധാരം ഏൽപ്പിച്ചത് എന്നോട് പറഞ്ഞിരുന്നോ? എന്നോട് പറഞ്ഞില്ലല്ലോ. ഇപ്പം എൻ്റെ എല്ലാം പോയി, ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ വാടകക്കാർ ഓടിക്കണം, അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പറയും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ എത്ര എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല എന്നിങ്ങനെ രേവതി പറയും. അപ്പോൾ ചച്ചി പറയും, നീ ഇനിയും കള്ളം പറയൊന്നും വേണ്ട, നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എൻ്റെ അച്ഛൻ്റെ എതിരാളിയുടെ മകളെ നീ എൻ്റെ അച്ഛൻ്റെ മകനെ കൊണ്ട് നീ കല്യാണം കഴിപ്പിച്ചു, അതിലും വലിയ തെറ്റിന് നിനക്ക് ചെയ്യാനില്ല. നീ ഇനി എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നീ എങ്ങനെ നോക്കും, ഞാൻ എങ്ങനെ നോക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ സച്ചി. അപ്പോൾ രേവതി പറയും, ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തതെന്ന് പറയും കേട്ടോ. നീ ഇനൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്നിട്ട് പായലിക്കാണ്ട് വീഴുകയാണ്. അങ്ങനെ അവിടെ കിടക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. ആ സമയത്താവും രേവതിക്ക് ഒരു കോൾ വരുന്നത്. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ രേവതിയുടെ അമ്മയാവും കേട്ടോ. രേവതി ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുമ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കും, എന്താ മോളെ നീ അവിടെ പോയതിന് ശേഷം, സച്ചിൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയതിന് ശേഷം നീ ഒന്ന് വിളിക്കുക കൂടി ചെയ്തില്ലല്ലോ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ, അല്ല അമ്മ അവിടെ വന്നപ്പോൾ പിന്നെ തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാഞ്ഞത്, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പറയും. അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കും, സച്ചിക്കും പിന്നെ രവിയേട്ടനൊക്കെ നിന്നോട് സ്നേഹം തന്നെയല്ലേ, അവർക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ ചോദിക്കുമ്പോൾ രേവതി പറയും, അതൊക്കെ മാറി, ഇപ്പം എന്നോട് ഭയങ്കര സ്നേഹമാണ്, പഴയ പോലെ തന്നെയാണ്, അത് കാരണം കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അമ്മ പറയും, നിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇനി നീ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോവാതെ നീയും നിൻ്റെ സച്ചിയുടെയും കാര്യം മാത്രം നോക്കി സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കും, നിൻ്റെയും സച്ചിയുടെയും കാര്യങ്ങളിൽ മാത്രം നീ ഇനി ഇടപെട്ടാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ സങ്കടം വരുന്നുണ്ട്. അപ്പോൾ രേവതി ശരി അമ്മേ എന്നിങ്ങനെ പറയും. അപ്പോൾ രേവതിക്ക് കൂടുതൽ കരച്ചിൽ വരുന്ന കാരണം രേവതി പറയും, അമ്മ സച്ചിയേട്ടൻ വിളിക്കുന്നുണ്ട്, ഞാൻ വെക്കാം കേട്ടോ എന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതിയുടെ ശരി മോളെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അതിൻ്റെ രേവതി ഇങ്ങനെ കരഞ്ഞ് നിൽക്കുക കേട്ടോ. ആ സമയത്ത് ചന്ദ്രമതി വരികയാണ്. എന്നിട്ട് ചന്ദ്രമതി പറയും, നീ അപ്പം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നുണ്ടല്ലേ, വല്ലാത്ത സാധനം തന്നെ. ഇനി നിങ്ങൾക്ക് എന്താ പ്ലാൻ ചെയ്യാനുള്ളത്? ശ്രീകാന്തിനെ ഇവിടെ നിന്ന് ഒഴിവാക്കി, ഇനിയിപ്പോൾ എന്താ പറയുക, ശ്രുതിനെയും കൂടിയും ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള അടവുകൾ തയ്യാറാക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, ഞാൻ എന്തിനാ അവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, എനിക്ക് അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പറയും, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, നീ ആരെ മോളെന്ന് എനിക്ക് അറിഞ്ഞൂടെ, നിൻ്റെ അടവുകളൊന്നും ഇവിടെ ഇനി നടക്കില്ല, ഇത്രയും കാലം നിനക്ക് സച്ചി നിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു ധൈര്യമായിരുന്നില്ലേ, ഇപ്പം അവനും നിൻ്റെ സ്വഭാവം മനസ്സിലായി, അധികം വൈകാണ്ട് നിനക്ക് ഇവിടെ നിന്ന് കെട്ടുകെട്ടേണ്ടി വരും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രേവതിക്ക് ആകെ സങ്കടമാവുകയാണ്. അതിൻ്റെ രേവതി റൂമിലേക്ക് ചെല്ലുമ്പോൾ സച്ചി ആണെങ്കിൽ ഒരു കാല് കട്ടിലിൻ്റെ മുകളിലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കെടുക്കുക കേട്ടോ. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ സങ്കടം വന്നിട്ട് സച്ചിയുടെ അടുത്ത് പോയിരുന്നിട്ട് സച്ചിയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് ശേഷം അവിടെ ആ കിടക്കയുടെ മുകളിൽ തലയും വെച്ചിട്ട് രേവതി അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ശ്രുതിയാണെങ്കിൽ അടുക്കളയിൽ നിന്നിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അമ്മ വന്നിട്ട് ചോദിക്കും, ചന്ദ്ര വന്നിട്ട് ചോദിക്കും, എന്താ മോളെ ABC ജ്യൂസ് ഉണ്ടാക്കുകയാണോ നീ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രുതി പറയും, അല്ല, ഇന്നും ABC ജ്യൂസ് കുടിച്ചിട്ട് മതിയായില്ലേ, മടുത്തു, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പഴവും നട്ട്സും എല്ലാതും ഇട്ടിട്ടൊരു മിൽക്ക് ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മയെന്ന് പറയും കേട്ടോ. അതെന്തായാലും നന്നായി, നിനക്കും പാചകമൊക്കെ അറിയാലോ, ഇവിടുത്തെ എല്ലാവരെയും വിചാരം രേവതിക്ക് മാത്രമേ എല്ലാം ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്നാണ്, അവൾക്ക് ആകെ ഒരു സാമ്പാറും ഒരു രസവും ഉണ്ടാക്കാൻ അറിയാം, വേറെ എന്ത് അവൾക്ക് ഉണ്ടാക്കാൻ അറിയാം, അതൊന്നും ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ പറയട്ടോ. ആ സമയത്ത് ശ്രുതി വരികയാണ്. അപ്പോൾ ചന്ദ്ര പറയും, എന്നാൽ മോളെ ഞാൻ ശ്രുതിക്കുള്ള ഫുഡൊക്കെ ആക്കി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഭക്ഷണമാക്കി വെക്കാൻ തുടങ്ങുക കേട്ടോ. അങ്ങനെ ശ്രുതി പറയും, ശ്രുതി ഞാൻ പോവാണ്, വൈകിന്ന് വേഗം പോകണം എന്നിങ്ങനെ പറയും. അപ്പോൾ ചന്ദ്രയുടെ മുഖത്താണെങ്കിൽ അവൻ കള്ളം പറയാന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു പുച്ഛഭാവമാണ് ചന്ദ്രയുടെ മുഖത്ത്. അങ്ങനെ ശ്രുതി പറയും, നിൽക്ക് ശ്രുതി, ഈ ജ്യൂസ് കുടിച്ചിട്ട് പോവാന്ന് പറയുകയാണ്. അപ്പോൾ അല്ലല്ല, ക്ലയൻസൊക്കെ വരുമ്പോഴത്തേനും എനിക്ക് അവിടെ എത്തണം, ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ചുമയ്ക്കും കേട്ടോ. അപ്പോൾ എന്ത് പറ്റിയമ്മ, എന്താ ചുമയ്ക്കണേ ചോദിക്കും. ഒന്നുമില്ല, അവൻ പറയുന്നതൊക്കെ സത്യമല്ലേ എന്ന് ആലോചിച്ചിട്ട് സന്തോഷം കൂടി ചുമച്ചതാ പറയും. അപ്പോൾ ശ്രുതി പറയും, പണ്ട് ഞാനും എനിക്ക് വേണ്ടിയിട്ടായിരുന്നു ശ്രുതി ജോലിക്ക് പോയിരുന്നു, ഇപ്പോൾ ശ്രുതിക്കാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ജോലിക്ക് പോകാൻ എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്ര അതെ ശ്രുതിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് പറയും. അങ്ങനെ വേഗം തന്നെ ശ്രുതി ഭക്ഷണമായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ ശ്രുതി പറയുന്നുണ്ട്, വേഗം തന്നെ ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു, അതുപോലെ തന്നെ നേരത്തെ പോയാലാണ് എനിക്ക് അവിടെ വെയിൽ കൊള്ളാതെ ഉറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വെയിലുള്ള ബെഞ്ചിൽ പോയി ഇരിക്കേണ്ടി വരുമല്ലോ പാർക്കിൽ എന്നിങ്ങനെ പറയാം കേട്ടോ.
അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് ഒരു കോളിംഗ് ബെൽ അടിക്കുന്നത് കേൾക്കുക. അപ്പോൾ രേവതി പോയി നോക്കുമ്പോൾ ശ്രുതി പേടിച്ചിരുന്ന അയാൾ, കോമയിൽ കിടന്നിരുന്ന അയാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേവതിയോട് പറയും, ശ്രുതി മാഡം അല്ലേ, ഒരു കൊറിയർ ഉണ്ടെന്ന് പറയും. അപ്പോൾ രേവതി പറയും, ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം, അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് രേവതി പോവുകയാണ്.